ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സോഫി. എല്ലാരും സുഖമായിട്ടിരിക്കുകയല്ലേ? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സേഫ് ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഞാൻ ഇന്ന് ബീഫിനെ ഒന്ന് പെരട്ടിയെടുക്കാൻ പോവാ. സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതിനെ ബീഫ് റോസ്റ്റ് എന്നോ കുരുമുളകിട്ട് വരട്ടിയതെന്നോ എന്ത് വേണോ പറയാം. അപ്പൊ നമുക്കിതിനെ എങ്ങനെ തയ്യാറാക്കുന്നെന്ന് നോക്കാൻ കിച്ചണിലോട്ട് പോകാം. ഇതിനായി എന്തൊക്കെ സാധനം വേണമെന്ന് നമുക്ക് നോക്കാം. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 വലിയ സവാള, 3 ചെറിയ തക്കാളി, പിന്നെ ഒരു 3-4 പച്ചമുളക് കീറിയത്, 4-5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പെരുംജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, കടുക്. ഇനി ആവശ്യത്തിന് ഉപ്പ്, എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, പിന്നെ കറിവേപ്പില, അവസാനമായിട്ട് 1 കപ്പ് വെള്ളം. പൊടികളൊക്കെ എത്ര സ്പൂൺ വേണമെന്നുള്ള അളവ് ഞാൻ അത് ഇടുന്ന സമയത്ത് പറയാം. ഞാൻ ഈ ബീഫ് കറി പൊടി വറുത്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പൊടി വറുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. പൊടി വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോകും. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പൊടി ഒന്ന് കുറച്ചു നേരം തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബീഫ് കുക്കറിലോട്ട് മാറ്റാം. കുക്കറിലാണ് ഞാൻ ബീഫ് വെക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ബീഫ് വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ബീഫ് കുക്കറിലോട്ടിട്ട് മസാല എല്ലാം ആഡ് ചെയ്ത് നമുക്ക് വിസിലടിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ പകുതി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ബാക്കി പകുതി നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി വേണം. അപ്പൊ നമുക്കത് അടച്ചു വെക്കണം. കാരണം വേറൊന്നുമല്ല, തുറന്നിരുന്ന് അതിന്റെ മണം പോവും. അപ്പൊ നമുക്ക് മറക്കാതെ അത് അടച്ചു വെക്കണം. അതിന്റെ കൂടെ 2.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇതൊന്ന് അടച്ചു വെച്ചിരിക്കണം. എന്നാലേ ഈ മസാല നമ്മുടെ ബീഫിൽ നന്നായിട്ട് പിടിച്ച് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടിയോ ഇതുപോലത്തെ ഒരു കുക്കിംഗ് പോട്ടോ വെച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോഴത്തേനും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഞാനിവിടെ ടീസ്പൂണേക്കാളും ചെറിയ ഡെമി സ്പൂൺ ആണ് കടുക് എടുത്തേക്കുന്നത്. ഒരു 2 ഡെമി സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകം, കടുക് എടുക്കുന്ന അതേ സ്പൂണിന്റെ അളവിൽ തന്നെ ഞാൻ ഇവിടെ പെരുംജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബീഫിന്റെ ആ ഒരു പുരട്ടി വെച്ചിരിക്കുന്നതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം ഇപ്പം ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇടാമല്ലോ. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് ഇതിനെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരുന്ന സമയം ഞാൻ നമ്മുടെ ബീഫ് ഒന്ന് അടുത്ത ബർണറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ഇവിടെ ഫ്രോസൺ ബീഫാണ് കിട്ടുന്നത്.
അതിന് നല്ല വേവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെള്ളവും കൂടെ ചേർത്ത് വിസിലടുപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ 8 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ബീഫിന്റെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ വിസിലടുപ്പിക്കാം, കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു മീഡിയം ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടെ ഒരു 5 to 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ കാണുന്ന ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി വറുത്ത പൊടിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഒരു 2 to 3 മിനിറ്റ് വരെ നമുക്ക് ഇതിനൊന്ന് ഇളക്കാം. കൂടുതൽ ഇളക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വരും. ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണോ എന്നും കൂടെ ഒന്ന് നോക്കണം. ഞാനിപ്പോൾ നോക്കിയിട്ടുണ്ട്, എനിക്ക് പാകത്തിനാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. എന്നാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ വരട്ടിയെടുത്ത ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷനായി നമുക്ക് ചോറ്, പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ്, ബിരിയാണി എന്തിന്റെ കൂടെ വേണോ കഴിക്കാം. ഞാനിവിടെ നെയ്ച്ചോറിന്റെ കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തിയാലേ ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.